Yeah. So hello everyone. Welcome to Rahil's Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1, അതായത് പിന്നെ UGC നെറ്റ് പേപ്പർ 1-ലുള്ള യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള ലേണിംഗ് തിയറീസിലുള്ള എക്സ്പെരിൻഷ്യൽ ലേണിംഗ് തിയറി അഥവാ കോൾബ് ലേണിംഗ് തിയറി എന്നൊരു ഭാഗമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ മീൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറി പാർട്ടാണ്. ലേണിംഗ് തിയറീസിൽ വരുന്ന ഒരു തിയറിയാണ് എക്സ്പെരിൻഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം, നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ദ സെഷൻ. എന്താണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ സെക്കൻഡ്സ് കൊണ്ട് പറഞ്ഞുതരാം. എന്താണ് എക്സ്പെരിൻഷ്യൽ ലേണിംഗ് തിയറി? ഒരു വ്യക്തി തന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് അത് എക്സ്പീരിയൻസ് വഴി ആണ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പറയുന്നതാണ് ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ താൻ ലേൺ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ആ മനുഷ്യന് ഏറ്റവും നല്ല ഒരു 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 വലിയൊരു സോഴ്സ് ഓഫ് ലേണിംഗ് എന്നാണ് ഈ ഒരു തിയറി പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരാളുടെ പേരാണ് ഡേവിഡ് അലൻ കോൾബ്. അതുകൊണ്ടാണ് ഇതിനെ കോൾബ് ലേണിംഗ് തിയറി എന്നും കൂടി അറിയപ്പെടുന്നത് കേട്ടോ. നോട്ട് ഡൗൺ ചെയ്യണം, ഞാൻ ആ ടൈറ്റിൽ എഴുതാൻ മറന്നുപോയി. കോൾബ് ലേണിംഗ് തിയറി മാറി, നിങ്ങൾക്ക് സംശയം വരാൻ പാടില്ല എക്സാമിന്. ഇങ്ങനെ ചിലപ്പോൾ കോൾബ് ലേണിംഗ് തിയറി എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എക്സ്പെരിൻഷ്യൽ ലേണിംഗ് തിയറി. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നോളേജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ എക്സ്പീരിയൻസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് നോളജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ത്രൂ എക്സ്പീരിയൻസ് എന്നാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യുക. ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. ദിസ് തിയറി പ്രൊപ്പൗണ്ട് ദാറ്റ് നോളജ് ഈസ് ക്രിയേറ്റഡ് ത്രൂ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് വഴിയാണ് നമുക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സോഴ്സ് എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും ഇതിലില്ല. ഓക്കെ, ആ പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കട്ടെ. എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കിട്ടിയില്ലെങ്കിൽ പോലും തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എക്സ്പീരിയൻസ് കണക്ട് ചെയ്യാത്ത ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് പ്രധാനമായിട്ട് 4 സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസും നെക്സ്റ്റ് സ്ലൈഡ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിനിന്റെ സമയത്ത് കുറച്ചുകൂടി മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ടീച്ചറാണ് അല്ലെ? ഞാൻ ടീച്ചർ എക്സാമ്പിൾ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടീച്ചർ ആവാൻ വേണ്ടി, അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടി ഈ എക്സാം എഴുതുന്നുണ്ടാവും അല്ലെ? ടീച്ചറാണ് നിങ്ങൾ. ടീച്ചറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ പോവാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ പോയി നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, ഒരു ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് സ്കില്ല് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ എന്തെങ്കിലും മാറ്റം വേണം എന്നൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് കാര്യം എന്താ? ഒരു ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ആം ഐ റൈറ്റ്? ടീച്ചിങ്ങിന് മാറ്റം വരുത്തണോ, ടീച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാണോ, എന്റെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാണ് നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? ഒരു ക്ലാസ് വേണം, ക്ലാസ് എടുക്കാൻ. അതാണ് കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. ഒന്ന് നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സിലേക്ക് പോവാണ്, ഞാൻ ഇവിടെ എഴുതാട്ടോ, ക്ലാസ്സിലേക്ക് പോവാണ്, ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ എഴുതിക്കോട്ടോ, മനസ്സിലാവാൻ വേണ്ടി. കാരണം ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ എനിക്കിത് അങ്ങനെ വലിയ കോംപ്ലക്സ് ആയിട്ട് തോന്നിയിട്ടില്ല. ക്ലാസ്സിലേക്ക് പോവുകയാണ്. പിന്നെന്താണ്? റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. ഓക്കെ, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന സമയത്ത് ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു, നിങ്ങളുടെ ബെഡ്റൂമിൽ പോയി നിങ്ങൾ ബെഡിൽ കിടന്ന് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും, എന്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടോ, എന്തുകൊണ്ടാണ് കുറച്ച് സ്റ്റുഡൻസ് എന്റെ ക്ലാസ്സിൽ തീരെ അറ്റൻഷൻ തരാഞ്ഞത്, എന്റെ ക്ലാസ് എടുക്കുന്നതിലുള്ള തെറ്റാണോ, സൗണ്ട് ക്ലിയർ ആയിരുന്നില്ലേ, പിറകിലുള്ള വിദ്യാർത്ഥികൾ തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ദാറ്റ് മീൻസ് എന്റെ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ? ഓക്കെ, അതാണ് ഈ പറയുന്ന റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ. അതായത് ഒരു തിരിഞ്ഞു നോട്ടം. എന്റെ എക്സ്പീരിയൻസിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? തിരിഞ്ഞു നോക്കുന്നു. ആദ്യം എക്സ്പീരിയൻസിൽ ഇൻവോൾവ് ആകാണ്. രണ്ടാമത്തെ എന്താണ്? അതിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. ഓക്കെ, തിരിഞ്ഞു നോക്കുകയാണ്. മനസ്സിലായല്ലോ? ഇതുവരെ ക്ലിയർ അല്ലേ? പിന്നെന്താണ്? അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ. തെറ്റ് തിരുത്തുകയാണ്. എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്താണ്? തിരുത്തുകയാണ്. പിറകിലുള്ള കുട്ടികൾ തീരെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല, ദാറ്റ് മീൻസ് എന്റെ വോയിസ് അവിടെ എത്തുന്നില്ല, അപ്പൊ ഞാൻ കുറച്ചും കൂടി സൗണ്ട് കൂട്ടേണ്ടതുണ്ട്.
ആദ്യത്തെ 10 മിനിറ്റ് കുട്ടികൾ എൻഗേജ് ആവുന്നുണ്ട്, ലാസ്റ്റ് തൊട്ടുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒറ്റ പാറ്റേണിൽ ക്ലാസ് എടുക്കാതെ ഞാൻ ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനോ അങ്ങനെ ഇട്ടിട്ട് അതിനെ ആ സമയത്തെ ഹാഫ് ഓഫ് ആക്കേണ്ടതുണ്ട്. അപ്പോ എന്താണ് അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള തെറ്റുകളെ തിരുത്തുകയാണ്. തിരുത്തി. ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ നമ്മുടെ ഒരു കളിയായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ ഞാനൊക്കെ പേഴ്സണലി എങ്ങനെയാട്ടോ, ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓരോരോ കാര്യങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി, ആക്റ്റീവായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി ഓരോരോ കാര്യങ്ങൾ. അപ്പോ എന്താണ് ഇവിടെ ഒരു എന്താ പറയാ ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ, നമുക്ക് ഒരു എക്സാമ്പിൾ വരിക, മാറ്റങ്ങൾ അല്ലെ, നമ്മൾ ഓരോ നിരന്തരം. ഈ 4 പോയിന്റ്സിലൂടെ, അതായത് അതാണ് ഈ ഒരു തിയറി പറയുന്നത്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് എക്സ്പീരിയൻസ് വഴിയാണ്. ശരിയാണ്, തിയറി പറയുന്നത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മൾ ഓരോ കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. 4 സ്റ്റേജ് ക്ലിയർ അല്ലേ? ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നത് കണക്ട് ചെയ്ത് പിന്നെ പഠിക്കാൻ പറ്റുള്ള പോയിന്റ്സ് പറയാം. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് അല്ലെ, ഫസ്റ്റ് സ്റ്റേജ് ആണ്. കോൺക്രീറ്റ് എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താണ്, ഈച്ച് ലേണർ എൻഗേജ് ഇൻ ആക്ടിവിറ്റി ഓർ ടാസ്ക്. ടീച്ചിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ ടീച്ചിങ്ങില് എന്ത് മാറ്റം വേണം എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആദ്യം അതിൽ എൻഗേജ്ഡ് ആവണം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, കീ ടു ലേണിംഗ് ഈസ് ഇൻവോൾവ്മെന്റ്. നമ്മൾ അതിൽ ഇൻവോൾവ് ആവുക, അതിൽ പങ്കെടുക്കുക, അതിലൊരു ഭാഗമാവുക, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഫസ്റ്റ് സ്റ്റേജ് എന്നാണ് ഇൻവോൾവ്മെന്റ് ആണ്. ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കീ എന്ന് പറയുന്നത്. റീഡിങ് ആൻഡ് വാച്ചിങ് ഡസൻ ഹാവ് എൻ ഇമ്പാക്ട്, വൺ മസ്റ്റ് ഇൻവോൾവ്. നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കണം, നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ പോകണം, നിങ്ങളുടെ സൗണ്ട് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ടോ? ഒരു കാര്യം. നിങ്ങൾ ആ ക്ലാസ് എൻവിറോൺമെന്റിൽ പോയി കുട്ടികളും ഒരു 10-50 കുട്ടികളുടെ മുന്നിൽ പോയി നിങ്ങളൊരു നോട്ടൊക്കെ എടുത്ത് നിങ്ങളുടെ ആ ഒരു പിന്നെ മാർക്കർ കയ്യിൽ പിടിച്ചിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൃത്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ മാറ്റങ്ങൾ, എന്തൊക്കെയാണ് അല്ലെ. സി ആക്കി പറയുന്നതിന് ഭയങ്കര സന്തോഷം. Because see, a class is the most favorite place to me, to be very honest. എന്നെ ഈ ക്ലാസ് കേൾക്കുന്നവർക്കും ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ് ടീച്ചിങ്ങിൽ. അതുപോലെ തന്നെയാണ് ഞാനും. എന്താണ് നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താണ് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പ്ലേസ് ആണ്. കാരണം അതാണ് ആ ജോലിയോടുള്ള ഇഷ്ടം പ്രധാനപ്പെട്ട കാരണം തന്നെ നടക്കും. ഒരു ബെഞ്ച് ഓഫ് വിദ്യാർത്ഥികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ദേ ആർ ജനറേഷൻ ഓഫ് ദി ദി കൺട്രി, റൈറ്റ്? നമ്മൾ ആ ഒരു ജനറേഷനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യുകയാണെന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സെൽഫ് എന്താ പറയാ, വാട്ട് കുഡ് ബി സേ, സെൽഫ് റെസ്പെക്ട് അല്ലേ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം. എന്റെ മുന്നിൽ വിദ്യാർത്ഥികളുണ്ട്, ഇവരെ നയിക്കേണ്ടത് ഞാനാണുള്ള സാധനം ഉണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ആണ്. ഏതൊരു എക്സ്പീരിയൻസും ഇൻവോൾവ് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് ഈ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബേസ്, അടിത്തട്ട്, തറ എന്നൊക്കെ പറയും. വീടിന്റെ തറ, എന്റെ നാട്ടിലൊക്കെ തറ എന്നാ പറയാ, വേറെ നാട്ടിൽ എനിക്ക് പേരെന്താ അറിയില്ല. തറ എന്ന് പറയും, ബേസ്മെന്റ്, വീടിന്റെ ബേസ്മെന്റ് ഒക്കെ ഉണ്ട് കല്ല് ഇട്ടിട്ട് അത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റെപ്പ് ബാക്ക് ടു റിഫ്ലക്ട്. നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ ക്ലാസ്സിനെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ഓക്കെ, തിരിഞ്ഞു നോക്കുന്നു. ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ് ദ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ് അല്ലെ. അതായത് നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ്സിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം മറ്റുള്ള കൊളീഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആളുകളായിട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ, നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഇൻസൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന റിഫ്ലക്റ്റീവ് ഒബ്സർവേഷന്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസും ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ ഇൻ ദിസ് സ്റ്റെപ്പ് എന്നാ പറയുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ല, ചിന്തിച്ചതിന് ആളുകളോട് പറയാം, സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും. അതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതാണ് ഈ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. പിന്നെന്താണ് അബ്സ്ട്രാക്ട് കോൺസെപ്ച്വലൈസേഷൻ അല്ലെ. മേക്ക് സെൻസ് ഓഫ് ദി ഇവന്റ്സ്. നമ്മൾ എന്താണ് നമ്മുടെ പ്രശ്നം, എന്താണ് തെറ്റ്, തിരുത്തേണ്ടതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട്
ഒരു ഐഡിയ കിട്ടുകയാണ്. കൺക്ലൂഷൻ ഓഫ് ദി എക്സ്പീരിയൻസ് ബൈ റിഫ്ലക്ടിങ് ഓൺ പ്രയർ നോളജ് അല്ലെ. അതായത് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അതായത് ഞാൻ ആദ്യം എന്ത് ചെയ്തു, മനസ്സിലാക്കി, കോൺക്രീറ്റ് എന്ന് മനസ്സിലാക്കി, രണ്ടാമത്തത് ഞാൻ തിരിഞ്ഞു നോക്കി, മൂന്നാമത്തെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്തു. അതായത് ഞാൻ മാറ്റം കൊണ്ടുവന്നു. റൈറ്റ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഫൈനലായിട്ട് മാറ്റം കൊണ്ടുവരികയാണ്. ഓക്കെ, റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ടു അബ്സ്ട്രാക്ട് അല്ലെ. ഞാൻ ചിന്തിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ അബ്സ്ട്രാക്ട് രൂപത്തിൽ, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോവാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഇന്റർപ്രിറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസിന് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ തിരുത്തിയിട്ട് ഇവിടെ ഇന്റർപ്രിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അത് ഷോക്കേസ് ചെയ്യുക, ആ മാറ്റം കാണിക്കുക, അത് ക്ലാസ്സിൽ ആ ഒരു മാറ്റം കൊണ്ടുവരിക. അത് ഷോക്ക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വേർഡ് മീനിങ് ആണ് ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെന്താണ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ, ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഓരോ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗത്ത് ഓരോ മെത്തേഡ് വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഏതാണ് വർക്ക് ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ, ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരണോ. സി, ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് സ്പേസ് ആണ് ഈ പറയുന്ന സ്റ്റേജ് 4 ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതാണ് സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറയുന്നത്. അപ്പോ ഈ 4 സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം വിഷയങ്ങൾ പഠിക്കാനും അത് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഓരോക്കെ പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് ഒരിക്കലും ഇന്ന രീതി പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ഒരു ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. അതുകൊണ്ടാണ് ടു ബി വെരി ഹോണസ്റ്റ്, ഞാൻ ഒരിക്കലും ഇന്ന ലേണിംഗ് മെത്തേഡ് ആയിട്ട് ഞാൻ ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഞാൻ എന്റെ ക്ലാസ്സിൽ ഒരിക്കലും ഈ രീതി പഠിക്കണം എന്ന് ഞാൻ പൊതുവെ പറയാറില്ല. കാരണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പേഴ്സണലൈസ്ഡ് ആണ്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ അതിനെ ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നിന്ന് പഠിക്കാതെ അതിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പഠിക്കണം, കോൺക്രീറ്റ് ഐഡിയ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ എക്സാമിലായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി കഴിഞ്ഞാൽ എക്സാമിന് വളരെ കൂളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഫൈൻ. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് സ്റ്റേജസ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ 4 സ്റ്റേജസും ഇന്റർ കണക്റ്റഡ് ആണല്ലേ. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ കോൺക്രീറ്റ് ഐഡിയ നമുക്ക് ഉണ്ടാവണം, അത് നമ്മൾ ഇൻവോൾവ് ആവണം. അതിനുശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യണം, തെറ്റുകൾ പിന്നെ കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പിന്നെ അബ്സ്ട്രാക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എന്താണ്, എല്ലാം കണക്റ്റഡ് ആണല്ലോ, ഒരു ചെയിൻ രൂപത്തിലാണ്. ഒന്ന് മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തേക്ക് പോകാനുള്ള ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാം ഒരു ചെയിൻ ആയിട്ട് ഇന്റർ കണക്റ്റഡ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഈ 4 സ്റ്റേജസും, സ്റ്റേജ് 1, 2, 3, 4. പിന്നെന്താണ്, ഓൾ മസ്റ്റ് ബി കംപ്ലീറ്റ് ടു ഡെവലപ്പ് എ ന്യൂ നോളജ്. ഓക്കെ, ഈ പറയുന്ന 4 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ന്യൂ നോളജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു പുതിയൊരു അറിവ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ 4 സ്റ്റേജസും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 4 സ്റ്റേജസും കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ എക്സ്ട്രീം വേർഷൻ അല്ലെങ്കിൽ അതൊരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ് ഇതില് പിന്നെ ഈ തിയറി പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. വൺ ക്യാൻ എൻ്റർ അറ്റ് എനി പ്രോസസ് ഇൻ ദ സൈക്കിൾ. ഓക്കെ, അതായത് ഇപ്പൊ ചില എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ അവരെന്താണ് 4ാമത്തെ സ്റ്റേജിലേക്ക് ഡയറക്റ്റ് കടക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു സൈക്കിളിൽ ആർക്കും ഏത് സ്റ്റേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റും. എല്ലാവരും ഫസ്റ്റ് മുതലേ വരണമെന്നില്ല. ചിലപ്പം ചില ആൾക്ക് ഐഡിയ ഉണ്ടാവും, എന്താ എന്റെ പിന്നെ ക്ലാസ് എടുക്കുന്നതിൽ എന്താ തെറ്റുകൾ ഒക്കെ അറിയുന്നുണ്ടാവും. അവർക്ക് എങ്ങനെ മാറ്റുന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ അവരെന്താണ്, ആ ഒരു പ്രോസസ്സിൽ പകുതിക്ക് നിന്ന് കയറുന്ന ആളുകൾ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കയറാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സൈക്കിൾ ഈസ് ഈക്വൽ ടു എഫക്റ്റീവ് ലേണിംഗ്. നമ്മൾ 4 സൈക്കിളും കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, എഫക്റ്റീവ് ആയിട്ട് ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നത്, പ്രൊപ്പൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. 4 സ്റ്റേജ് സൈക്കിളിന്റെ നമുക്കൊരു അതിന്റെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകളാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാം, ഇത് നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റൈൽസുകളാണ്. അതായത് നമ്മൾ ഈ എക്സ്പീരിയൻസ് ബേസ്ഡ് ലേണിംഗിൽ തന്നെ പിന്നെ ഈ നമ്മൾ ലേൺ ചെയ്യുന്ന കുറച്ച് പ്രോസസ് ഉണ്ട്, സ്റ്റൈൽസുകൾ ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ഡൈവേർജിങ് ആണ്. ഓക്കെ, ഡൈവേർജിങ് എന്ന് പറയുമ്പോൾ വാച്ച് പ്ലസ് ഫീൽ എന്ന് പറയാം. വാച്ച് പ്ലസ് ഫീൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു 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 എന്താ പറയാ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെന്ന് വിചാരിക്കാം. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇവിടെ കുറെ ആളുകൾ ഉണ്ടാവും. നമ്മൾ അവരെന്ത് ചെയ്യുന്നു, അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ വാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. ഫീൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആ ഇന്ന് ഡിസ്കഷനിൽ ആ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞ പോയിന്റുകളിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ട്. അതാണ് ഈ പറയുന്ന ഡൈവേർജിങ് എന്ന് പറയാം. വാച്ച്
പ്ലസ് ഫീൽ. ഫീൽ മീൻസ് ടു തിങ്ക് അബൌട്ട് സെൽഫ്, ടു തിങ്ക് അബൌട്ട് ദ പീപ്പിൾ. അതൊക്കെ ഈ ഫീൽ എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെന്താണ് എസിമുലേറ്റിംഗ്. എസിമുലേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വാച്ച് പ്ലസ് തിങ്ക്. വാച്ച് പ്ലസ് ഈ ഫീലിംഗ് വരുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലേക്കാണ് നമുക്ക് ഫീലിംഗ് ഉണ്ടാകുക. അതേ സമയത്ത് നമ്മളൊരു തിയറി കാണുകയാണ്. തിയറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? തിങ്ക് ചെയ്യാണ്. അത് ഫീൽ ചെയ്യാൻ നിൽക്കില്ല. തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ? ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് തന്നെ അത് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അത് നമ്മൾ ഫീൽ എന്ന് പറയുന്നത്. പക്ഷെ ഒരു തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കോൺക്രീറ്റ്, അതൊരു റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി തിങ്ക് ചെയ്യും. അതാണ് ഈ പറയുന്ന വാച്ച് പ്ലസ് തിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു തിയറി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കാണുന്നു, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? തിങ്ക് ചെയ്യും. പിന്നെ അതുപോലെ എന്താണ് കൺവേർജിങ്. കൺവേർജിങ് എന്ന് പറയുമ്പോൾ എന്താണ്? തിങ്ക് പ്ലസ് ഡു. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ മുന്നിൽ ഒരു പ്രോബ്ലം ഇങ്ങനെ വരികയാണ്. ഏതെങ്കിലും ഒരു പിന്നെ ഒരു ക്വസ്റ്റ്യനോ, ഒരു മാത്സിന്റെ ഒരു ക്വസ്റ്റ്യനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡിയോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്? അത് ചെയ്യാണ്, ഡു ആണ്. അതാണ് തിങ്ക് പ്ലസ് ഡു. നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുന്നു, അതിനെപ്പറ്റി ആലോചിക്കുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അത് ചെയ്യാണ്. പിന്നെന്താണ് അക്കോമഡേറ്റിംഗ് എന്നുള്ളതാണ്. അക്കോമഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡു പ്ലസ് ഫീൽ എന്ന് പറയും. ഡു പ്ലസ് ഫീൽ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെപ്പറ്റി അതിന്റെ തെറ്റും അതിന്റെ ശരിയും അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഡു പ്ലസ് ഫീൽ എന്നൊരു ഭാഗത്ത്, നമ്മൾ അക്കോമഡേറ്റിംഗ് എന്നൊരു ഭാഗത്ത് ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യുക? ആ ഒരു ഭാഗത്ത് വരിക എന്നുള്ളതാണ്. ഓക്കെ. ഇത് സ്റ്റൈൽസ് അതിൽ പിന്നെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡൈവേർജിങ്, അസിമുലേറ്റിംഗ്, കൺവേർജിങ്, അതുപോലെ തന്നെ അക്കോമഡേറ്റിംഗ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എക്സാമ്പിൾസ് കണക്ട് ചെയ്യാം കേട്ടോ. പല പല എക്സാമ്പിൾസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കണക്ട് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത് ഈ പറയുന്ന പിന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഇവിടെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. 4 സ്റ്റേജസ് പറഞ്ഞു, 4 സ്റ്റൈൽസും പറഞ്ഞു. ഓക്കെ. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കണക്ട് കൊടുത്തിട്ടുണ്ട്. So, if you have any doubts, any queries, anything, you can just ping me on this. You can call, you can WhatsApp നിങ്ങളുടെ പിന്നെ എന്താണ് കംഫർട്ട് അനുസരിച്ചിട്ടാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരെ മാക്സിമം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫ്രീ ക്ലാസ്സും ഫ്രീ എന്താ പറയാ സെഷൻസും അതുപോലെ നോട്ട്സുകളും അതുപോലെ നമ്മുടെ ഷോർട്ട് റീൽസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഓരോ തിയറീസ്, നമ്മൾ ഓരോ തിയറീസ് അല്ല, ഓരോ കോൺസെപ്റ്റ് റീൽസ് രൂപത്തിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമുക്കൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. നല്ല രീതിയിൽ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കസ് ചെയ്യുക, അതുപോലെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക കേട്ടോ. ഓരോ കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക്സ് എവരിവൺ.